നമസ്കാരം. കോമഡി മസാലയുടെ ഒരു ഫ്രഷ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നില കലാ സാംസ്കാരിക കേന്ദ്രം പൂഴനാട്, അവിടെ നിന്നുള്ള ആളുകളാണ് ഇന്ന് നമുക്ക് അതിഥികളായിട്ട് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് നമ്മൾക്കിവിടെ അതിഥികളായി എത്തുന്ന രണ്ട് താരങ്ങൾ, അവരെ സ്വാഗതം ചെയ്യുന്നു. ബിനു അടിമാലി ആൻഡ് ഉല്ലാസ് പന്തളം. സോ നമസ്കാരം രണ്ടുപേർക്കും. നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ചോദിക്കാത്തോണ്ട് നിങ്ങൾക്ക് പറയാനൊരു അവസരം കിട്ടിയില്ലെന്ന് പറയുന്നത്. സുഖമായിട്ടിരിക്കണം. സുഖമായിട്ടിരിക്കണം. മൊത്തം കാടും പടലുമാണല്ലോ. ഹൈറേഞ്ചല്ലേ, അങ്ങനെ ഉണ്ടാവും. ആ, ഒരു പച്ചക്കാട് ഇളകി വന്ന പോലെ ഉണ്ട്. അതിന് അങ്ങോട്ടൊക്കെ പോവാറുണ്ടോ? അപ്പൊ ഇടയ്ക്ക് പോകും. വല്ലപ്പോഴും ഒക്കെ ഞാൻ മല കയറാൻ പോവാറുണ്ട്. മഹാബലി പോണവരെയൊക്കെ ഇടക്കൊക്കെ ഒന്ന് പോയിട്ടും വരും. ഉല്ലാസേട്ടാ സുഖമായിട്ടിരിക്കുന്നു. സുഖം. ഞാൻ അതല്ലായിരുന്നു ചോദിക്കാൻ വന്ന. അതിന് മുമ്പ് സുഖമെന്ന് പറഞ്ഞു. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് സുഖമാണല്ലോ അല്ലേ? സുഖമാണ്. എന്നാ പിന്നെ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ രണ്ടുപേർക്കും സീറ്റുകളിലേക്ക് സ്വാഗതം. ടീം കോമഡി മേക്കേഴ്സ് ആണ് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കിറ്റുമായിട്ട് ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നത്. അവരെ സ്വാഗതം ചെയ്യാം. ഒന്നിങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ. ഒരുമാതിരി പെണ്ണുങ്ങളെ പോലുള്ള ഒരുക്കം. ശല്യമല്ലോ. നീ അല്ലടി ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ കലവില 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 എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കണത്. അതിനെ വർത്താന, ഞാൻ പെണ്ണല്ലേ? ആ, നീ രൂപം കൊണ്ട് പെണ്ണും സ്വഭാവം കൊണ്ട് ആണില്ല സ്വഭാവമാണ്. പറഞ്ഞായിരുന്നു എടി ഞാനേ എന്റെ ദൈവമേ, ഈ മുടി തലയിൽ ചീപ്പ് കുരുങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമാവുമെന്ന്. എന്റെ തല 25 വർഷം മുമ്പ് കുരുങ്ങിയ ഒരു ചീപ്പാ ഇതുവരെ ഊരാൻ പറ്റിയിട്ടില്ല. എന്നാ പറഞ്ഞേ? എല്ലാം പറഞ്ഞോ? ഒന്നുമില്ല, ഒന്ന് വേഗം വാ. കല്യാണത്തിന് മുഹൂർത്ത സമയത്തെങ്കിലും അവിടെ ഒന്ന് എത്തണം, അല്ലാതെ ഉണ്ണുന്ന നേരത്തല്ല ചെല്ലേണ്ടത്. ആ, ഉണ്ണുന്ന നേരമാണ് എന്റെ മുഹൂർത്തം. ആ സമയത്ത് അവിടെ ചെന്നാ മതി. നീ കുറെ നാളായല്ലോ കല്യാണത്തിന് പോകണം പറഞ്ഞ് ഭയങ്കര ബഹളമല്ല. നിന്നെ ഈ വെപ്രാളവും പരവേശം കണ്ടാത്ത ഒന്നും ഇവളുടെ കല്യാണത്തിന് പോകണമെന്ന് തോന്നുമല്ലോ. എന്റെ അല്ല ആരുടെ ആയിക്കോട്ടെ, കല്യാണത്തിന് സമയത്ത് ചെന്നാലേ കല്യാണം കാണാൻ പറ്റുള്ളൂ. മുഹൂർത്തത്തിന് വേണ്ട ചെല്ലാനായിട്ട്. ഷോടാ, നീ ഇത് കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട്. എന്റെ ബിനുവളിവായി, നമ്മൾ ആണുങ്ങൾ ഒരു കാര്യം ഒറ്റ പ്രാവശ്യമല്ലേ പറയുള്ളൂ. ഈ പെണ്ണുങ്ങൾ അങ്ങനെയല്ലെന്ന് ഒരു കാര്യം 100 തവണ പറഞ്ഞു നടക്കും. അതെ, ഞങ്ങള് പെണ്ണുങ്ങളോട് ഒരു കാര്യം ഒറ്റ തവണ പറഞ്ഞാൽ മതി. നിങ്ങൾ ആണുങ്ങൾ കഴുതകളോട് ഒരു കാര്യം 100 പ്രാവശ്യമെങ്കിലും പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. കേക്ക് കേക്ക്, പിന്നെ പറയണോന്ന് ഇത് തന്നെ ഞാൻ പറഞ്ഞത്. എന്റെ ദൈവമേ, നമുക്ക് പോകണ്ട. തലവേദനയല്ല, എന്റെ തലവിധി. എന്തോരം നല്ല നല്ല ആലോചനകൾ കൊണ്ടുവന്നതാ എന്റെ ദൈവമേ. എന്നാ പിന്നെ ആദ്യം വന്ന ആ കഴുതൊക്കെ തന്നെ നിന്റെ അപ്പനങ്ങൾ കെട്ടിച്ചു കൊടുത്താ പോരായിരുന്നോ? തന്നെയല്ലേ എന്റെ അപ്പ ഇപ്പൊ ചെയ്തത്. അത് ശരി. ഇനി അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി ശശിയും പിള്ളേരും വരാന്ന് പറഞ്ഞാൽ അവര് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ പോകാൻ. അവര് ഇന്നലെ വരാന്നല്ലായിരുന്നോ പറഞ്ഞത്? ഇന്നലെ പുറപ്പെട്ടെന്നാണ് എന്നോട് പറഞ്ഞത്. കല്യാണത്തിന് പോകണ്ടേ? അവര് വരട്ടെ, വന്നിട്ട് പോകാന്ന്. നീ പട്ടി കഴിച്ചു വിട്ടിട്ടാണോ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി പോണേ? പട്ടിയല്ല, നിങ്ങളുടെ അപ്പന. പട്ടിയുടെ അപ്പന്റെ ശബ്ദം ഒരേപോലെ ഇരിക്കണം, ഏതാണെന്ന് മനസ്സിലാവില്ല. $25 കൊല്ലായില്ലേ എത്തിട്ട്? വെറ്റിലെ ചെല്ലം അകത്തിരിപ്പുണ്ട്. ചെല്ലപ്പാ പേര് വിളിക്കുന്നേ. അയ്യോ, ചെല്ലപ്പൻ ചേട്ടനെ ചെല്ലപ്പ എന്ന് പറഞ്ഞതല്ല, ചെല്ലം അകത്തുണ്ട്, ചെല്ലപ്പ എന്ന് പറഞ്ഞതാ. അകത്തിരിപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലാം. അതെ, ഞങ്ങള് കല്യാണത്തിന് പോകുവാ. കല്യാണത്തിലേ പോകുക. നിങ്ങൾ കല്യാണത്തിന് പോവാന്നോ? അയ്യോ, അപ്പൊ എന്റെ ഞം എങ്ങനാ? മോളുണ്ട്. സ്മോൾ ഉണ്ടോ? എന്നാ പിന്നെ അത് അടിച്ചോണ്ടിരിക്കാം. അയ്യോ, സ്മോളല്ല, മോള്, നമ്മുടെ മോളെ ഒളിച്ചോടി പോയോ? അനാവശ്യം പറഞ്ഞാട്ടല്ലോ. അല്ല, അപ്പൊ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവിടെ അല്ലയോ മോളെ, തള്ള വേലി ആടിയാ മോള് മതിരി ആടും, അതുകൊണ്ട് പറഞ്ഞതാ. അതെ, മോൾ ഇന്നലെ രാത്രി വന്നായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് രാത്രി വന്നായിരുന്നു. മോള് വന്നായിരുന്നു? അപ്പൊ നല്ല ഉറക്കമായിരുന്നേ. അവൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴേ ഡിപ്ലോമയും കൊണ്ടാ വന്നേ. എന്നിട്ട് എന്തിനാണ് അവളെ പെരക്കകത്ത് കേട്ടത്? വല്ലോന്റെ സാധനം കൊണ്ടുവരുന്നത് തിരിച്ചു കൊടുക്കണം. മോട്ടിച്ചോണ്ട് വരുന്ന സാധനം കൊണ്ടുവരുന്നത് കേട്ടത് എന്ത്? നീ ഇപ്പൊ പറഞ്ഞ ഡിപ്ലോമ കൊണ്ട് എന്താണ് മോട്ടിച്ച സാധനം കൊണ്ട് ഇവിടെ കയറ്റിയെന്ന്? എന്റെ അപ്പ ഡിപ്ലോമ എന്ന് പറഞ്ഞത് ഒരു ഡിഗ്രിയാ. അത് വണ്ടി കേൾക്കുന്ന സാധനം അല്ലയോ? ഉമ്മിക്കരി ഞാനോട് പറയാൻ ആരെക്കൊണ്ട് പറ്റും എന്റെ പൊന്നെ? അപ്പറകത്താക്ക അങ്ങനെ പോയിക്കേ. ഞങ്ങൾ കല്യാണം അല്ല, ചവിട്ടുനാടകമല്ലായിരുന്നോ? അയ്യോ, ചവിട്ടുനാടകമല്ല. നമ്മുടെ വീട് പെയിന്റ് അടിക്കാൻ വന്ന ശശിയായത്, ശശിയും പിള്ളേരും. നമ്മുടെ വീട് പെയിന്റ് അടിക്കാൻ വന്ന ശശി അറിയത്തില്ല? എന്റെ കൂട്ടുകാരൻ ശശി. എന്റെ കൂട്ടുകാരനാണോ? നീ എന്നാ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയത്? ജയിലിൽ നിന്നോ? അതെന്നാ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവന്റെ കൂട്ടുകാരും മിക്കവാറും ജയിലിലും കൊലപാതകളും അങ്ങനെയൊക്കെ ഉള്ളവരാ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. എന്റെ അപ്പനാ. ഇതേ മറ്റേ ശശി, വീട് പെയിന്റ് അടിക്കാൻ വന്ന ശശി.
വീട് പെയിന്റ് അടിക്കാൻ ആ. മക്കൾ ശശി. അല്ല പുത്തമ്പര ശശി. ആ നിന്റെ ആശയപ്പേര് അങ്ങനെയാണല്ലോ. പിന്നെ നിന്റെ അപ്പൻ ഇപ്പോഴും ആ ദിവാകരൻ തന്നെയാണോ? അല്ല ഗസറ്റിൽ പേര് മാറ്റി അപ്പനെ അങ്ങ് മാറ്റി. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്. ശശിയേ ഞങ്ങളെ കല്യാണത്തിന് പോകാൻ വേണ്ടി വന്നതാണേ. ആണാ? നിങ്ങൾ ഇന്നലെ വരുമെന്നല്ലേ പറഞ്ഞത്? അതെ ഇന്നലെ വരുമെന്നും പറഞ്ഞോണ്ട് ഞാൻ ഭക്ഷണം വരെ ഉണ്ടാക്കി വെച്ചില്ലേ. ഞങ്ങൾ ഇന്നലെ വന്നായിരുന്നു. ആണോ? ഞാനിവിടെ വന്നപ്പോ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പുറത്തു പോയതാ. ആ ചേച്ചി വിത്തൗട്ട് ഇരിക്കുന്നുണ്ട്. സിറ്റ് ഔട്ട് എടാ മണ്ടാ, സിറ്റ് ഔട്ട്. അവൻ പറഞ്ഞ സിറ്റ് ഔട്ട് എന്നാ പറഞ്ഞേ. ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞേക്കല്ല, അവൾ അങ്ങനെ ഇരിക്കും. പോകുന്നില്ലേ? പോകുന്നില്ലേന്ന്. ഞാൻ പോകുന്നില്ല, അവര് മാത്രമേ കല്യാണത്തിന് പോകുന്നുള്ളൂ. അതല്ല ചോദിച്ചേ, മൂക്കി പഞ്ഞി വെച്ച് മേലോട്ട് പോകാറായില്ലേ? വീട്ടിൽ വന്നിട്ട് അനാവശ്യം പറയുന്നോടാ. അതെ അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാന്ന്. അപ്പനകത്തേക്ക് പോയിക്കോ. കേട്ടോ? എന്നാ പറഞ്ഞോ? ഒരു കാര്യം പറഞ്ഞ അളിയൻ പറയാ. നമ്മൾ കേറി ഇങ്ങോട്ട് വരുമ്പോഴേ കേറി വരുമ്പോ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്താ ഒരു ഐശ്വര്യമുള്ള ഒരു പടം വരക്കണം. എന്നാ പിന്നെ എന്റെ പടം വരച്ചു വെച്ചോ. ഐശ്വര്യക്കേടിന്റെ പടമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐശ്വര്യമുള്ള ഭഗവാനെ കൃഷ്ണന്റെ ഒരു പടം വരക്കണമെന്ന്. എന്ത് കൃഷ്ണന്റെ പടം. എന്റെ ദൈവമേ, നിരീശ്വരവാദിയായ നീ എന്നാണ് വിശ്വാസം? നിനക്ക് എന്നാ വിശ്വാസം ഉണ്ടായത്? വിവാഹത്തിന് മുമ്പ് ഞാൻ നിരീശ്വരവാദിയായിരുന്നു. ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല എന്നും പറഞ്ഞ ഞാൻ നിരീശ്വരവാദി. അറിയാലോ. പക്ഷെ വിവാഹത്തിന് ശേഷം എനിക്ക് മനസ്സിലായി സ്വർഗം ഉണ്ടെന്ന്. അല്ലേ? നരകം ഉണ്ടെന്ന്. നരകം ഉണ്ടെങ്കിൽ സ്വർഗം ഉണ്ട്, സ്വർഗം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടല്ലോ. ഈ ഭാഗത്ത് ഒരു കൃഷ്ണന്റെ പടം. ഇവിടെ ഈ ഭാഗത്ത് അന്വേഷിക്ക് വന്നേ. നല്ല ആർട്ടിസ്റ്റ് ആട്ടോ. നല്ലതായിട്ട് സൂപ്പർ ആയിട്ട് പടം വരയ്ക്കും. ഫൈനാൻസാ? എപ്പ പിന്നെ ഫൈനാൻസ് ആണ്. ഏത് ഫൈനാൻസ്? ഫൈനാൻസാണ് കുറച്ച് പൈസ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഫൈനാൻസ് അല്ല, ഫൈനാൻസ്. ഫൈനാൻസ് മറ്റേ ആവശ്യമില്ല. ഇവൻ നന്നായിട്ട് പടം വരയ്ക്കുന്നു. നിങ്ങൾ വന്ന് ആവശ്യം ഞാൻ പറയാം. ഒരു ഉഗ്രം പടം. എടാ ഈ ഭാഗത്ത് കേറി വരുമ്പോ കാണാവുന്ന ഒരു കൃഷ്ണന്റെ പടം വരയ്ക്കണം. കേട്ടല്ലോ? സൂപ്പർ ആയിട്ട് വരയ്ക്കും. ശശിയെ എന്തോ എന്നാ അളിയാ? അളിയ മ്യൂറലുണ്ടോ? എന്നാ മ്യൂറലുണ്ടോ? ഇങ്ങ് വരുന്ന വഴിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ വായുവിളി കഴിച്ചപ്പോ മാറി. അതല്ല അതല്ലേ മ്യൂറല് മ്യൂറലേ മ്യൂറല് മ്യൂറൽ. മ്യൂറൽ. എടാ ഈ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. എടാ ഇവരെന്നാണ് പറയണത്? ഇതെന്നാ സാധനം? മ്യൂറൽ എന്ന് പറഞ്ഞ എന്നാ സാധനം? എന്തോ കൊള്ളാം. എന്നാ സാധനം? എടാ ബാബു, അത് വേണോടാ? അത് ഇവിടെ ചേരത്തില്ലടാ. അത് വേണ്ടത്. ആ സാധനം വേണ്ട. എനിക്ക് കാണുമ്പോ തന്നെ സാധനം വിട്ടു. നിന്റെ ഇഷ്ടം. അത് വേണ്ടെന്ന സാധനം. നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എടാ നിന്റെ വീട് എന്റെ വീട് പോലെ തന്നെയല്ലേ. ഞാനത് ക്ലിയർ ആക്കി തരും. അത് മതി. നിന്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കാറ്റലോഗ് ഉണ്ടോ? പെയിന്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. കാറ്റലോഗ്. കാറ്റലോഗ് 2 ഫ്ലാറ്റ് ബ്രഷും ഉണ്ട്, 4 ബ്രഷും ഉണ്ട്, പിന്നെ വയർ ബ്രഷും ഉണ്ട്. ഏതാ വേണ്ടെന്ന് പറയാന്നേ. അയ്യോ അതല്ല, കാറ്റലോഗ്. ഇങ്ങനെ ഇട്ടോട്ട് കുണുക്കാതെ എന്നാന്ന് പറയടാ. ഞാൻ ഇതെല്ലാം കൂടെ ഈ കളറുകളെല്ലാം ഇങ്ങനെ തേച്ച് കളർ ഷീറ്റ്. അതാണ് ഉദ്ദേശിച്ചത്. കളർ ഷീറ്റ് ഇത് മതിയോ? എന്റെ പണിയാണ് കാണിച്ചത്. നീ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അല്ല അത്. അല്ല എന്നാ അതല്ലടാ. മറ്റേ ഞാൻ മറ്റേ ഇത് കാണിച്ചത് അച്ഛൻ വൃത്തികൾ കാണിച്ചല്ല. ഇത് പഴയ ആളാണല്ലോ. അതിന് കമ്പ്യൂട്ടർ മിക്സിംഗ് ഒന്നുമില്ല. ഓരോ വീടുകൾ ചെല്ലുമ്പോൾ ലൈവായിട്ട് ഓരോ കളർ എടുത്ത് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത് ഓരോ കളർ എടുത്ത് മുണ്ടലിങ്ങനെ തോക്കും. ഓരോ വീടുകൾ സാമ്പിൾ കാണിക്കും. സാമ്പിൾ കാണിച്ചാണോ? നീ എവിടെ നോക്കിയ? ഇവിടെ നോക്ക്. ഇതല്ലേ പറഞ്ഞേ. ഇപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെന്ന്. ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവണല്ലോ. ചേടാ ഒരു കാര്യം ചെയ്യാം. വാ ഇങ്ങോട്ട്, രണ്ടുപേരും കൂടെ അങ്ങോട്ട് വാ. ഇതില് നമുക്ക് ഈ കളർ നല്ല കളറാ അല്ലേ? അത് ഈ കളറാ. അത് പെയിന്റ് അല്ല കേട്ടോ. അത് പിന്നെ തുണി ഉണങ്ങാൻ വേണ്ടി അട ഇടിച്ചപ്പോ കാക്ക ദൂരിട്ട് പോയതാ. അത് പെയിന്റ് നമുക്ക് പെയിന്റ് ആണെന്ന് തോന്നുന്നു. അത് അങ്ങനെ ഒരു പ്രത്യേകത. കഴിയാ പോരായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ബാബുളിന്റെ വീടല്ലേ, ഞാനൊരു കളർ സെലക്ട് ചെയ്യാം. ഈ കളർ നമ്മള് ഇതിന്ന് അങ്ങോട്ടായിട്ട് നമുക്ക് ഇവിടെ അടിക്കുവാണെങ്കിൽ, ഇതിവിടെ തേക്കുവാണെങ്കിൽ നല്ല ഗുമ്മായിട്ടിരിക്കും, നല്ല തിളക്കം കിട്ടും. അവിടെ തിളങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്നാ ഗുണമുള്ളത്? ഒരു ഗുണം ഉണ്ടോന്നോ? എടാ ഇവിടെ തിളങ്ങും. എടാ കാല അങ്ങോട്ട് മാറണം. വിറ്റാലിട്ട് തിളക്കുന്ന കാര്യം ആവശ്യമില്ലാത്ത വന്ന് ഇവിടെ ഇവിടെ അവിടെ അടിച്ചോ. നീ തെറ്റിദ്ധരിച്ച അതാണ്. അതല്ല ഇവിടെ ഇവിടെ നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ കളർ അടിച്ചോ. അല്ലേ കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് ഫിക്സ് ചെയ്യാലോ. പിന്നെ ഫിക്സ് ചെയ്യണമെങ്കിൽ മോളോടൊന്ന് ചോദിക്കാം. അവളാകുമ്പോ നല്ല കളർ സെൻസ്. ഇനി മോള് വരുന്നോടും വരെ ഞാൻ ഈ കാറ്റലോഗും പിരിച്ചു ഇവിടെ നിൽക്കാൻ പറ്റുമോ? അവൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. എന്നാ പറഞ്ഞേ? മോളെ വിളിക്കാം. മോളെ വിളിച്ചാ എത്ര നാളെ കണ്ടിട്ട്. എന്നാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലെന്താ? വരുമ്പോഴേ തന്തനെ കയറി ഡാന്നാ വിളിക്കുന്നത്. ഡാഡി ഷോർട്ട് ഫോം
പണ്ട് ഇവളെന്നെ പപ്പാന്നാ വിളിച്ചിരുന്നേ. പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ തുടങ്ങിയ ശേഷം പപ്പ മാറ്റി ഡാഡിയാക്കി. അതന്നെ അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പപ്പാന്ന് വിളിക്കുമ്പോഴേ ചുണ്ടത്ത് പടരൂന്ന്. നീ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നിന്നെ പപ്പ മാറ്റി നിന്നെ അളിയാന്ന് വിളിക്കാതെ നീ നോക്കിക്കോ. മോളെ ഇതാണ് ശശി. ശശി ഓ അയ്യോ ഇതാണോ ശശി? അറിയോ? അയ്യോ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ ശശി ശശിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനേ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ശശിയായി ശശിയായി, പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അയ്യോ ആ ശശിയല്ല. ആ ശശിയല്ല, ഞാൻ ശശി അങ്കിൾ. പപ്പയുടെ കൂട്ടുകാരനാണ് ഞാൻ. അയ്യോ ശശി uncle ഞാൻ കൊച്ചിന് ഒരുപാട് എടുത്തോണ്ട് വന്നിട്ട് അന്ന് നിന്റെ ഇത്രയും പീപ്പിട്ടിക്കായിരുന്നു. ഇപ്പൊ മോളെ ഞങ്ങള് കല്യാണത്തിന് പോവാണേ. പിന്നെ ഇവർക്കുള്ള ഭക്ഷണം ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് എടുത്ത് കൊടുത്തേക്കാം. മോളെ ഇവിടുത്തെ പെയിന്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ഏത് കളർ വേണമെന്നൊക്കെ കേട്ടോ. സമയം ഒരുപാടായി, അല്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലും. എന്നാ ഞാൻ പോട്ടെ. അളിയും ധൈര്യമായിട്ട് പോയാ. ഡാഡി ബൈ 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 ഡാഡി. അങ്കിളെ ഇതൊക്കെ ആരാ അങ്കിളെ? അങ്ങോട്ട് മാറിയില്ലേ? ഞാൻ അസിസ്റ്റന്റ് ഞാനാണ് ശരിക്കും പുള്ളി അസിസ്റ്റന്റ്. പുറകന്മാരെ അങ്ങോട്ട് മാറി നിൽക്കും. മോളെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ വീടിന് ഏത് കളർ അടിക്കുന്നത്? നമുക്ക് ലൈറ്റ് ആയിട്ടൊരു പർപ്പിൾ ഷെയ്ഡ് അടിക്കാം അങ്കിൾ. പർപ്പിൾ സൂപ്പർ ആയിരിക്കും അങ്കിൾ. സൂപ്പറാ. അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ 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 ഓക്കെ. വന്നേ, ആ കൊച്ചെന്നാ കളറാടാ പറഞ്ഞിട്ട് പോയെ? പ്രപ്പളോ പപ്പറോ? പ്രപ്പ് എന്നാ എന്തോ എനിക്കറിയത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്, നീ ഈ ചാണകപ്പച്ച അങ്ങോട്ട് അടിച്ചു വെക്ക്. എന്ത് ചെയ്ത് ഇതങ്ങ് അടിച്ചു വെക്ക്, ഞാൻ പറഞ്ഞോളാം അവര് വരുമ്പോ. ഓ കാലം വന്നേക്കണ്. ഓ എന്നാ പച്ച പോകുന്നു പണിയൊക്കെ? അങ്ങനെയൊക്കെ പോകുന്നു അപ്പച്ച. ആ പിന്നെ എന്തോ വന്നേ, എന്നാ പച്ച അടിച്ചു തുടങ്ങിയാലോ? അമ്മമാര് കേക്കണ്ട, ഞാൻ ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളവും ഒരു കുപ്പി വെള്ളവും 2 ഗ്ലാസ് വെള്ളം എടുത്ത്. എന്തോന്റെ കാര്യമാണ് പറഞ്ഞത്? അടിച്ചിട്ട് തുടങ്ങണം. പെയിന്റ് അടിക്കുന്ന കാര്യമല്ല, പെയിന്റ് അടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാല കൊതിപ്പിച്ചല്ലേ എന്നാ അങ്ങോട്ട് വന്നേ. നീ വന്നേ, നീ ഇത്രയും വലിയ വീടൊക്കെ ഇനി പഠിച്ചടിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടോന്നോ? ആ. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസേ ആ. ഒരു പിച്ചക്കാരന്റെ വീട് പെയിന്റ് ചെയ്യാൻ പോയി. അതൊക്കെ കൊച്ചു വീടല്ലയോ? ഒറ്റ വീടല്ല, ചെന്ന് കാണണം, ഭയങ്കര വീടാ. ആ 5-6 മുറിയും വലിയ കാട്ടെ ഒരു ഹാളും ഒരു കുഞ്ഞു സിറ്റ് ഔട്ടും ഒരു 6 കക്കൂസും 3 കുളിമുറി. അപ്പൊ അടുക്കള ഇല്ലയോ? തെണ്ടി തിരുന്നവൻ എന്തിനാ പാപ്പ അടുക്കള? വീട് നീയും വെക്കണം, നല്ലതായിരിക്കും. പറഞ്ഞേ അങ്ങനെ നിന്റെ സ്വഭാവം അനുസരിച്ച് പറഞ്ഞ. പിന്നെ വേറൊരു കാര്യം, എന്നാന്ന് പറഞ്ഞോ? അപ്പുറത്തെ മോള് കിടക്കുന്ന റൂമിന്റെ അപ്പുറത്ത് ഒരു ബാത്റൂം ഉണ്ട്. അവിടുത്തെ ആ വെന്റിലേഷന്റെ ജനലെല്ലാം അങ്ങ് തുരുമ്പിച്ചിരിക്കുക. ഇവന്മാരെ വിട്ടൊരു 4 വലി 4 പ്രാവശ്യം ഒന്ന് പെയിന്റ് അടിക്കണം. അടിപ്പിക്കാം. തുരുമ്പിച്ച് കിടക്കുക. അടുപ്പിക്കാം. പിന്നെ വേറൊരു കാര്യം, അങ്ങോട്ട് പോകുമ്പോ ആ സെപ്റ്റി ടാങ്ക് ഒക്കെ പൊട്ടിക്കിടക്കും, അവിടെ എല്ലാം അഴിക്കാം. അയ്യോ ഒരു കാര്യം നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, പെട്ടെന്ന് വിട്ട് അടിപ്പിക്കണം. വരെ വിട്ട് അടിപ്പിച്ചോളാം. അകത്തേക്ക് പൊക്കോ. ശരി ശരി. സതി ഡാ എന്തോ അപ്പച്ചൻ പറഞ്ഞില്ലേ അവിടെ അടുക്കളയുടെ അവിടെ അവിടെ അങ്ങോട്ട് ഒരു കക്കൂസിന്റെ ഒരു ജനൽ പൊട്ടിക്കിടപ്പുണ്ടാന്ന് പോയി 4 വലിയ അങ്ങടിച്ച്. ഓ ഈ തുരുമ്പിച്ചതും മറ്റേ സെപ്റ്റി ടാങ്കൊക്കെ നമ്മൾ അടിക്കണം. നിങ്ങളെല്ലാം വലിയ കൂടിയ പണിക്കാര്, നിങ്ങൾ ഭയങ്കര അടിച്ചാൽ മതി, എനിക്ക് പറ്റില്ല. എടാ ഞാനാണ് കണ്ട്രാവി, ഇപ്പൊ അവനാണ് കണ്ട്രാവി. എടാ ഇങ്ങോന്നടാ അനീഷേ പോന്നേ. അപ്പച്ചൻ പറഞ്ഞില്ല ആ പെയിന്റ് എടുത്തോണ്ട് പോയിട്ടേ അവിടെ പോയിട്ട് ആ കക്കൂസിന്റെ അവിടെ പൊട്ടി കിടക്കുന്ന അതൊന്നും 4 വലിയ അങ്ങ് വലിച്ചിട്ട് വാ. പെയിന്റ് സെറ്റാവും, പെയിന്റ് സെറ്റാവും. അപ്പച്ചാ ഞാൻ കുളിച്ചിട്ട് വരാവേ. പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ. എന്നാണത് മറ്റേ അപ്പച്ചൻ പറഞ്ഞേ എന്നത് വെന്റിലേഷനിൽ അടിക്കാൻ 2 പേരും കൂടെ? അല്ല ഇവന്റെ തോളെ കയറി ഞാൻ അടിച്ചോളാം. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ കാണും? എന്ത് അല്ല ഞങ്ങൾ അടിച്ചോളാം, ഇപ്പൊ തന്നെ അടിക്കാം. എന്നാ പോയി അടി. ബാത്റൂമിൽ വെള്ളം വരുന്നില്ലല്ലോ. എന്നാ വൈകിട്ടെങ്ങാനും കുളിക്കാം, മോർണിംഗ് പോരെ. പോയില്ലേ? വൈകിട്ട് കുളിക്കാം. അല്ല അതെ വൈകിട്ട് അടിക്കാം. മറിക്കത് കാര്യം പറഞ്ഞു. അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ മോളെ, ഓക്കെ ഓക്കെ അറിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഓ ആണ്ട വന്നു. എന്താ പറ്റോ? നിന്റെ പണിയൊക്കെ എങ്ങനെ പോന്നു? അങ്ങനെയൊക്കെ പോകുന്നു. എടാ ശശി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. എന്നാ പറ്റാ പറഞ്ഞോ? എന്റെ ആ ചെറുക്കനില്ലയോ ബാബു, നിന്റെ കൂട്ടുകാരൻ, ആ കിഴങ്ങൻ, അവനെ ഇവിടെ നല്ല സ്ഥിതി വളർന്നതാ. അവൻ ഗൾഫിന് പോയിരിക്കുവായിരുന്നല്ലോ. ഗൾഫിന് പോയപ്പോഴത്തേനെ ഇവിടെ വന്നിരിക്കുന്ന ആ പൂതനയില്ലയോ അവന്റെ ഭാര്യ,
അവളെ ഇവന്റെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ട് ഇവനെ വളച്ച് കെട്ടിയതാ. പെണ്ണുപിള്ളിയോ? നന്നേ ആ, പറയത്തില്ല അവൾക്ക് കേട്ടോ. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തടത്തെ ആയിരുന്നു. എല്ലാ സ്വത്തും അവന്റെ ആണെന്നായിരുന്നു വിചാരം. പക്ഷെ എന്റെ ആണല്ലോ. പിന്നെ അവള് കഞ്ഞി കുടിക്കാൻ നിവൃത്തി ഇല്ലാത്തടത്തെ ആയിരുന്നു. പനികഞ്ഞി പോലും ഇവിടെ വന്ന അവള് കാണുന്നത്. പക്ഷെ കണ്ടാ പറയത്തില്ല കേട്ടോ. ആ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ അവള് വള്ളി പോലെ ഇരുന്ന വള്ളി പോലെ. ഓ ഇപ്പൊ കണ്ടാലൊന്നും പറയത്തില്ല. ഇപ്പൊ നീ അവളെ കണ്ടോ? പിന്നെ കണ്ട്. എങ്ങനുണ്ട്? കിടുക്ക മുതലല്ലേ? അല്ല നല്ല പെണ്ണല്ലേ? എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അവൾ ഈ സ്വത്തും കാര്യങ്ങളും ഒക്കെ കണ്ട് എല്ലാം അവക്ക് കിട്ടുമെന്നും പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഒരു പാവ അപ്പച്ചനുണ്ട്, മനസ്സിലായോ? എന്റെ ആയി സ്വത്തൊന്നും അവക്ക് അറിയത്തില്ല. ഞാൻ ഈ പാവ അപ്പച്ചനുള്ളത് കൊണ്ട് അവക്ക് എന്നെ ഒരു മൈൻഡും ഇല്ല. മനസ്സിലായോ? നീ പറയുന്നത് മനസ്സിലാക്കുന്നു. ചില പെണ്ണുങ്ങൾ അങ്ങനെയാ എന്നിട്ടുണ്ടല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതങ്ങനെ ചില പെണ്ണുങ്ങളെ നമ്മൾ പറഞ്ഞാലും മനസ്സിലാകില്ല. ഞാനൊരു അപ്പച്ചനുണ്ടാ, ഞാൻ ഇവിടെ തുമ്മിയാ കുഴപ്പം, തുപ്പിയാ കുഴപ്പം, അങ്ങനൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് ഇവിടെ വന്നാ ഇതൊക്കെ കാണുന്ന ഈ മുതലും കാശും ഒക്കെ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ അപ്പച്ച, ഇങ്ങനെ ചില പെണ്ണുങ്ങൾ വന്ന് കേറുമ്പോ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു ചെറിയൊരു ഐശ്വര്യക്കേട് വരും. അതാണ് നമ്മൾ കുടുംബം നന്നാകണമെങ്കിൽ പെണ്ണുങ്ങൾ നന്നാവണമെന്നാ പറയുന്നത്. അതാണ് പറയുന്നത്. എന്നാ പെയിന്റ് ചെയ്യാൻ വന്നിട്ട് കഥ കേട്ടോണ്ടിരിക്കുന്നോ? നോക്കി നിൽക്കാതെ വേറെ ഫില്ല് ചെയ്യണം. അത് ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യാനുള്ളതാ. ഞാൻ വീട്ടിൽ പണിക്ക് വന്നിട്ട് ഇത്രയും മാത്രമേ കളിപ്പിക്കാൻ വരുന്നോ? കൊല്ലല്ലേ, ചുമ്മാ അടിച്ചതാ. ഞാനല്ല, ഒരു 2 അടി അമ്മാർക്കോട്ട് കൊടുക്കാവോ? എന്തിനാ? അല്ല അമ്മ സീറ്റിൽ ചെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി 2 അടി കൊടുക്കാൻ. അത് ഞാനേറ്റു. എനിക്ക് ആളാകാൻ പറ്റിയ സമയമാണല്ലോ. അയ്യോ കൊള്ളായിരുന്നോ? എങ്ങനുണ്ട്? സൂപ്പർ അടിയായിരുന്നല്ലേ? നീ വന്നേ പെയിന്റ് ചെയ്യാൻ വന്നിട്ട് പിടിച്ചോണ്ടിരിക്കണോ? ജനിച്ചപ്പോഴേ ശശികളയാണ്. കൊള്ളാല്ലേ? അടിപൊളിയായിരുന്നു. ഞാൻ ഇവിടെ ഒക്കെ കാണും, ഇടയ്ക്കൊക്കെ ആവശ്യമുള്ളവൻ വിളിച്ചാൽ മതി. മതി. നല്ലതായിട്ട് പെയിന്റ് ചെയ്യണം കേട്ടോ. തൃപ്തിയായല്ലോ? ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമുക്ക് എല്ലാവർക്കും ഈക്വലായി കേട്ടാ. നിന്റെ ഒറ്റ കാരണം കൊണ്ടാ ഇതൊക്കെ സംഭവിച്ച. സമാധാനമല്ലോ കാരണം കൊണ്ട് അല്ലെ നിങ്ങളുടെ കുഴപ്പം കൊണ്ട്. നിന്റെ വെപ്രാളം പരവേശം പോലെ തന്നെ സംഭവിച്ചില്ലേ? നിന്നോട് ഒരു കോഴി വന്നേക്കണ പോലെ വന്നേക്കണ എന്നാ പറ്റി? ഇവിടെ വെപ്രാളം പരവേശം പോലെ തന്നെ സംഭവിച്ചത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആരുമില്ല, ചെക്കനുമില്ല, പെണ്ണുമില്ല, വീട്ടുകാരുമില്ല, ആരുമില്ല അവിടെ. അയ്യോ, അപ്പൊ കല്യാണം മുടങ്ങിയ? കല്യാണം മുടങ്ങിയല്ല, കല്യാണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇവള് ഡേറ്റ് മാറിപ്പോയി. ഈ വെപ്രാളമാണല്ലോ, കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞ്. എങ്ങനെയുണ്ട് ഇപ്പൊ? ഏടാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ കൃഷ്ണൻ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടില്ലേ? ഇതാണ് ഞാൻ പറയണ, ഈ ശശിനെ ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മോനെ അത് നമ്മൾ അറിഞ്ഞു ചെയ്യും. എനിക്കറിയാം, അതല്ല നിന്നെ തന്നെ ഈ പണിക്ക് ഏൽപ്പിച്ചത്. അത് തന്നെ. അളിയാ നന്നായിരുന്നു കേട്ടോ. 100 രൂപ കൂടുതൽ തരും ഞാൻ ഇതിന് വേണ്ടിട്ട്. സൂപ്പറായിട്ടില്ലേ? കാര്യങ്ങളൊക്കെ നടത്തിക്കോ. അത് നിന്റെ അപ്പനല്ല, അതല്ലടാ. അതല്ല ഞാൻ നിന്നോട് പറയാൻ പറ്റുമോ? നിനക്ക് ഒരു സസ്പെൻസ് ചെയ്യാൻ ഒരുക്കി വെച്ചാ. ശ്രീകൃഷ്ണനെ വരയ്ക്കുമ്പോ ശ്രീകൃഷ്ണന്റെ അച്ഛനെ വരയ്ക്കണമല്ലോ ഇവിടെ. ശ്രീകൃഷ്ണ അച്ഛൻ വസുദേവനാണിത്. അത് രണ്ടുപേരെ കൂടെ നമ്മൾ വരച്ചത്. മൊത്തം തകർക്കുമാരെ. പിന്നെ ഭക്ഷണം കഴിച്ചല്ലോ? ഇല്ല, ഞങ്ങളൊന്നും കഴിച്ചില്ല. അല്ല ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾക്ക് ആർക്കും തന്നില്ല. പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. കാലത്തെ ഒരു കാലിച്ചായം കുടിച്ചിട്ട് വന്ന് പണി കയറിയേക്കണം. വിശന്നിട്ട് അണ്ടം പൊട്ടിട്ട് എന്റെ ദൈവമേ, ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആ പെണ്ണിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. ഏത് പെണ്ണിനെ? എന്റെ മോള്. അയ്യോ, ഞങ്ങൾക്ക് തന്നില്ല കേട്ടോ. എടി വെച്ചു. എന്താ എടി നീ ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ലേടി? അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാ. എപ്പോ ചോദിച്ചു? എന്റെ പൊന്നി പെങ്കൊച്ച എന്നാ നോണേ പറഞ്ഞത്? എന്നാ സ്വഭാവം ഇത്? അയ്യോ മമ്മി, സത്യമായിട്ട് ഞാൻ ചോദിച്ചു അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ എന്ന്. അതാ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫാസ്റ്റ് ആയിട്ട് അടിക്കുന്നു പറഞ്ഞിട്ട് ഈ കൊച്ചു ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. ഞങ്ങൾ കാലത്തോട്ട് ഒരു സാധനം പോലും കഴിക്കാതെ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോലും ഇത്ര ഫാസ്റ്റ് ആയിട്ട് അടിച്ചിട്ടില്ല. വിശന്ന് എടാ ശശി, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഫുഡിന്റെ കാര്യമാണ് അവള് പറഞ്ഞത്. അവൾ ഈ ബാംഗ്ലൂരൊക്കെ കിടന്ന് വളർന്നല്ലേ, ഇംഗ്ലീഷേ വായിൽ വരുള്ളൂ. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. ഞാനത് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മണി 11:30 2 മണിക്കൂർ കഴിഞ്ഞ് ഊണ് കഴിക്കാം. ഞങ്ങൾ ഏതായാലും രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അത് കഴിച്ചേക്കാം. നമുക്ക് കാപ്പിടിക്കാം. അതന്നെ, നിങ്ങൾക്ക് ഊണ് തരാവേ. കാര്യങ്ങളൊക്കെ പടപടയെ നടക്കട്ടെ. അപ്പൊ നമ്മുടെ ഊണിന്റെ കാര്യം, നമ്മുടെ കാര്യം ഊണാക്കിന്ന്. ഓ അവിടെ എങ്ങാനും സൂപ്പർ ആയിട്ടുണ്ട്.
ഇതാരാ വരച്ചേ? ഇത് ഞാനാണല്ലോ വരച്ചേ. ആണോ? ആ എങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടോ? നീ ബ്രഷ് ആവശ്യമില്ലാത്ത ബ്രഷ് കയറി പിടിക്കണം. ഞാനാ വരച്ച മോളെ. അങ്കിൾ സൂപ്പർ ആയിട്ടുണ്ട്. Thank you, thank you, super thank you. ആയിട്ടുണ്ട്. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലേ? ചെറിയൊരു പണിയും കൂടെ എന്റെ പുറകിലുണ്ട്, തീർന്നിട്ടില്ല. അടിപൊളി അടിപൊളി. സൂപ്പറായില്ലേ? എന്റെ ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്. അങ്കിൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടേ. എന്നാ മോള് പറഞ്ഞോ. അതായത് നമുക്ക് ഈ കൃഷ്ണന്റെ ഇപ്പുറത്ത് ഒരു രാധയും കൂടി വന്നാ കളർഫുൾ ആയിരിക്കും. ആരാ? രാധയില്ല അങ്കിൾ, കൃഷ്ണന്റെ ഭാര്യ. ഈ കൃഷ്ണന്റെ അപ്പുറത്ത് പരവേശം പിടിച്ചേക്കണ പെണ്ണാ? അയ്യോ പരവേശം അല്ല, പ്രേമ പരവശയായി നിൽക്കുന്ന രാധയാണ് ഉദ്ദേശിച്ചത്. അതല്ലേ പുള്ളിയല്ലേ വരയ്ക്കുന്നത്, ഇപ്പൊ പരവശം പിടിച്ചോളൂ. ഞാനേ പ്ലീസ് അങ്കിൾ. ഞാൻ നോക്കട്ടെ. എടാ ഇവന് എന്റെ ശിഷ്യനുണ്ടേ, ഇങ്ങോട്ട് നോക്കി. ഇവൻ എപ്പോഴും ഇങ്ങോട്ടാ ഇങ്ങോട്ട് മാറിയിരിക്കും, അവിടെ ഒക്കെ നിൽക്കാതെ ഇങ്ങോട്ട് മാറി. നീ എപ്പോഴും പറയാറില്ല നിനക്ക് പടം വരച്ചു പഠിക്കണം? ഇല്ല, ഞാൻ പറയാറില്ല. എടാ വേണ്ട, കുഴപ്പമില്ലടാ. നീ ആ കൃഷ്ണന്റെ അപ്പുറത്തേക്ക് ഒരു രാധേനെ വരച്ചു അല്ല, പഠിച്ചു. അത് ശരിയാത്തില്ല, അത് ശരിയാ. കൃഷ്ണനെ വരച്ചാരാ? അത് ഞാനാണല്ലോ വരച്ചേ. ഒരു രാധ വരയ്ക്കാമല്ലോ. അല്ല വേണ്ട, വരച്ചോ. സൂപ്പറായിട്ട് വരയ്ക്കും. ചെന്ന് വരയ്ക്കണ. അങ്കിൾ പ്ലീസ് അങ്കിൾ ഒന്ന് വരക്കാം. ഞാൻ വരയ്ക്കാം. മോള് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തു. നീ വേണം വരച്ച് ഷൈൻ ചെയ്തു. കീറിച്ചില്ല വരയ്ക്ക്. ആർട്ടിസ്റ്റ് ശശി ഞാനില്ല. ഓട്ടോ മോള് അല്ല ഇപ്പൊ എനിക്കേ മോള് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു മോഡൽ വേണം. അതുകൊണ്ട് മോഡൽ ഇല്ല അവിടെ, അതുകൊണ്ട് വരയ്ക്കാൻ പറ്റില്ല. മോഡൽ ഇവിടെ ഉണ്ടല്ലോ. എവിടെ? മോള് മോഡലായിട്ട് നിൽക്കുമല്ലോ. അങ്കിൾ ഞാൻ ബാംഗ്ലൂർ മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ നിൽക്കാം അങ്കിൾ, വരക്കാം അങ്കിൾ പ്ലീസ് അങ്കിൾ. ഞാൻ വരയ്ക്കണല്ലേ? ഓക്കെ, അങ്ങള് വരച്ചാ കേട്ടാ. അങ്ങള് വരച്ചുതരാം. മോളൊന്നും ഒരു പോസ്റ്റിൽ അവിടെ നിൽക്കാമോ? എങ്ങനെ നിൽക്കണം അങ്കിൾ? മറ്റേ എങ്ങനെ താടിയിൽ ഇങ്ങനെ ഒരു കൈ കൊടുത്ത് നിന്നോ? ഇങ്ങനെയോ? അവിടെ നിന്നാട്ടോ. വരയ്ക്കുവോ? പുള്ളി വരയ്ക്കുവോ? അല്ല, പുള്ളി പറഞ്ഞപ്പോ കയറി വരച്ചാ മതിയായിരുന്നു. ഇതിപ്പോ ക്രെഡിറ്റ് മുഴുവനും പുള്ളി കൊണ്ടുപോകല്ലോ. ജസ്റ്റ് ഒന്ന് തിരിച്ചേ. അല്ല, എനിക്ക് വരയ്ക്കാൻ അറിയാം. പിന്നെ പുള്ളി അത്ര ഹെഡ് വിട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ മോള് വേണേ കണ്ണ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പടപടപടാന്ന് അടച്ചോ, അപ്പൊ ഒരു ചെറിയ ലൈഫ് കിട്ടും. ക്രെഡിറ്റ് മുഴുവനും കൊണ്ടുപോകൂടാ. പുള്ളി വരയ്ക്കും തോന്നുന്നു കേട്ടോ. കൊണ്ടുപോകും. വരച്ചാ മതിയായിരുന്നു കയറി. എന്നാലും കയറി വരച്ചാൽ മതിയായിരുന്നില്ലേ? അതേന്ന് ഇത് വരയ്ക്കാൻ തീരാൻ പോണു. ഞങ്ങളിപ്പോ വരച്ചു തീരും. തള്ളയിട്ട് കയറുന്നു. നമ്മുടെ അടുത്തൊരു കളി വരച്ചു തീർന്നു. മോളു നോക്കിക്കോ. അയ്യേ, എന്താ അങ്കിൾ ഇത്? ഡോറയോ അല്ല കാർട്ടൂണോ? അയ്യേ പപ്പി ഷേം പപ്പിഷയും ചേർത്തിട്ടുണ്ട് അതിനകത്ത്. അതല്ല, നല്ല ലൈഫ് ഇല്ല ഇതിനകത്ത്. അയ്യേ ഇതാണോ അങ്കിൾ രാധ? ഞാൻ ഇത് പപ്പയോട് പറയട്ടെ. രാധ അറിയാവുന്ന പണി ചെയ്താൽ പോരെയോ? നീ എന്നോടാ നിന്റെ പിന്നെ കൃഷ്ണനാഥ് നിന്റെ കൃഷ്ണൻ വരച്ചെന്ന് പറഞ്ഞോ. നീ ഷൈൻ ചെയ്യുന്ന നിന്റെ കൃഷ്ണൻ കേട്ടാ. നിന്റെ ഒരു കൃഷ്ണൻ നീ ഒരു പടം വരച്ചു. ഹലോ. കേട്ടോ. അയ്യ, കൊച്ചു പിള്ളേരെ കണക്കിടന്ന് എന്തിനു കണ്ടാ കാണിക്കണത്? അല്ല പിന്നെ അവൻ അത്രയും വലിയൊരു പടം വരച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ കൂടെ അഹങ്കരിക്കുന്നത്. അത് കളയുന്നു. നമ്മളെ സമയം തെളിഞ്ഞെന്ന്. എന്നത് നീ തെളിച്ച് പറ. നമുക്ക് 5 ലക്ഷം രൂപയുടെ വർക്ക് നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോണം. എവിടെ? ഇപ്പൊ തന്നെ പോണോന്ന്. എങ്ങോട്ട്? എവിടെയെന്ന് പറ. ഇഷാൽ പ്ലാസ. എത്ര ലക്ഷം രൂപ? 5 ലക്ഷം രൂപയുടെ വർക്കാണ്. എന്ന് തുടങ്ങണം? ഇന്ന് തുടങ്ങിയ അത്ര എന്നുള്ളത്. എടാ അങ്ങനെ എങ്ങനെയാടാ ഇട്ടച്ച് പോണത്? ഇവിടെ ഒരു പണി, നമ്മൾ പണിയും കൂലി ഇല്ലാതിരുന്നപ്പം എന്റെ കൂട്ടുകാരൻ ബാബു വിളിച്ചു ഇവിടെ പണി തന്നില്ലേ? 10,000 രൂപയുടെ വർക്ക് തന്നില്ലേ? അവനെ എങ്ങനെ ഇട്ടിട്ട് പോണേ? 10,000 രൂപ 5 ലക്ഷം ആണോ നിങ്ങൾക്ക് വലുത്? അതാണ് കാശിന്റെ കാര്യം കയറി പിടിക്കുമുള്ളത്. എടാ 5 ലക്ഷം രൂപയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് അവൻ ഇട്ടിട്ട് പോകുമല്ലോ. അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താന്ന്. നിങ്ങളെ മോളെ കല്യാണം വരെയാണ്. എന്തായാലും കാശിന് അത്യാവശ്യമാണ്. അതാവശ്യമാണ്. അപ്പൊ 5 ലക്ഷമാണോ വലുത്? അതെ, കൂട്ടുകാരന്റെ ആത്മാർത്ഥതയാണ്. എടാ അതല്ലടാ, അവൻ നമ്മളെ വിടത്തില്ലെന്ന് വിടും. 2-3 മാസം പണി കാണും. ഈ പുല്ലം ഞാൻ എങ്ങനെ പറഞ്ഞു? നമ്മളെ പിന്നെ ആത്മാർത്ഥം നമ്മളെ ഏൽപ്പിച്ച പണിയല്ലേ. എന്ത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? ഈ പണിയെ കുളവാക്കിയാൽ നമ്മളെ വിടുവോ? കുളവാക്കിയാൽ ചിലപ്പോൾ നമ്മളെ പറഞ്ഞു വിടുമായിരിക്കും. അത് ശരി, പക്ഷെ അവൻ നമ്മളെ വിടില്ലല്ലോ. എന്നാ ശശി എന്നാ പണിതാ കുളം. ഇതാ നോക്കിയോ. എങ്ങനെ? നോക്കിയോ. എടാ എന്നാടാ നിന്റെ ഒക്കെ മനസ്സിൽ എന്നാന്ന് പറ. ശശി എന്നോടാ എങ്ങനെയായി കാര്യങ്ങളൊക്കെ ഉണടിക്കണ്ടേ? ശശി എന്നെ കാണിച്ചു വെച്ചേക്കണേ? ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റടാ. നീ പറഞ്ഞു കേട്ടോ. നീ എന്തായി കാണിച്ചു വെച്ചേക്കണത്? അതാ ഞാൻ പറഞ്ഞേ. ഞാൻ നേരത്തെ കണ്ട പടമല്ലല്ലോ. അല്ല, നീ നേരത്തെ കണ്ട പടമല്ല. അല്ല പറഞ്ഞു വിടറാ ഞങ്ങളെ. എന്റെ മനസ്സിലെ അതേ പിക്ചർ, നീല സാഗരത്തിൽ മുങ്ങി നീരാടിയ അനന്തകൃഷ്ണൻ. എന്റെ മനസ്സിലുള്ള അതേ പിക്ചർ. നീ എന്റെ ചങ്കടാ, ചങ്ക്. എനിക്ക് ഞാൻ 100 രൂപ കൂടുതൽ തരും.
കണ്ടോ ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്. എടാ, നിന്നെ സമ്മതിച്ചുട്ടോ. എടാ അതൊക്കെ എടാ നീ അതൊക്കെ നീ ഇങ്ങോട്ട് നോക്കടാ. നിന്റെ ഈ ഭിത്തി മൊത്തം ഇവന്മാരെ എന്നെ കാണിച്ചേക്ക് നോക്ക്. ഞങ്ങൾ പറഞ്ഞു വിടാ. എടാ ഇതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ഇതെന്താ കാണിച്ചു ഞാൻ പറഞ്ഞേ, നീ പറഞ്ഞു വിട്. ഇതെന്താ നീ കാണിച്ചു വെച്ചേ? പറഞ്ഞു വിട്, ഇതെല്ലാം പറഞ്ഞു വിട്. നിനക്ക് മ്യൂറൽ അറിയില്ലേ? ഇല്ല. മ്യൂറൽ അറിയില്ല? പിന്നെ ഇതെന്താണ്? ഇതാണ് മ്യൂറൽ എന്ന് പറഞ്ഞത്. ഇതാണ് മ്യൂറൽ. ഇതാണ് മ്യൂറൽ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ എല്ലാ മുറിയിലും നീ ഇതുപോലെ മ്യൂറൽ വരച്ചു വെക്കണം കേട്ടോ. നിനക്ക് 100 കൂടുതൽ വരും. പിന്നെ എന്താ മനോഹരമായി. എടാ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത്. നീ രാവിലെ ഞങ്ങള് ഒരു പച്ചവെള്ളം തരാന്ന് ഞങ്ങള് 3 നേരം പട്ടിണി കിട്ടില്ലടാ ദുഷ്ട. പറഞ്ഞോട്. എടാ അവള് വിളിച്ചാലടാ ഭക്ഷണം കഴിക്കാൻ. നിനക്ക് ഇംഗ്ലീഷ് അറിയാത്തതിന് അവളെന്ത് ചെയ്യാനാടാ? കണ്ടാ നിങ്ങൾക്ക് 10 വയസ്സിലെ വിദ്യാഭ്യാസം അങ്ങനെ പറഞ്ഞത്. എടാ വിദ്യാഭ്യാസം ഇല്ലേലും എനിക്ക് നിന്നെക്കാളും വിവരം ഉണ്ടടാ. അവിടെ വിളിച്ചു. വിദ്യാഭ്യാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എടാ നീ എല്ലാ പണി ചെയ്ത് നിനക്ക് ഞാൻ പൈസ കൂടുതൽ തരാന്ന്. 5 ലക്ഷം. എന്നാ പിന്നെ എന്താ ചെയ്യുന്നത്? ഭക്ഷണം ഇല്ലെങ്കിൽ ഞാൻ ബിരിയാണി മേടിച്ചു തരുന്നത്. ബിരിയാണി മേടിച്ചാലൊന്നും പോണ്ടല്ലോ. ബിരിയാണി ആണോ 5 ലക്ഷം ആണോ വലുത്? ഞാനിപ്പോ എന്നാ ചെയ്യുന്നത്? ഇവനെ ഒന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ നീ എന്നെ തല്ലിയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചാലേ. നീ നിന്റെ പണിക്കാരനെ വിട്ട് തല്ലിച്ചല്ല. നീ എന്റെ പണിക്കാരെ തല്ലുവല്ലടാ. നീ എന്റെ പണിക്കാരെ നീ എന്നെ തല്ലിയല്ലേ? ഇറങ്ങണല്ലോ. ഈ പരിസരത്ത് ഇറങ്ങിക്കോ. പറഞ്ഞു വിട്. എല്ലാം ഇറങ്ങിക്കോ. ഇറങ്ങുവാ. ഇനി പണിയും വേണ്ട, ഒന്നും വേണ്ട. നിന്റെ വീട്ടിൽ പണിയുന്നില്ല. നീ മേലാൽ നീ എന്റെ സുഹൃത്തല്ല. ദേ ഈ കമ്പ് എന്നും മുറി കൂടുന്നുവോ അന്ന് നമ്മൾ തമ്മിൽ കൂടിയാ മതി കേട്ടോ. ഇറങ്ങിക്കോളാം, എല്ലാം ഇറങ്ങിക്കോളാം ഇവിടുന്ന്. എടുക്കടാ. അല്ല വേണ്ട. ഈ കമ്പ് മുറി കൂടിയിട്ട് നിന്റെ കൂട്ട് വേണ്ടടാ പന്നപ്പട്ടി. ഹലോ. ഞങ്ങൾ എത്തി ഗേറ്റിന്റെ അവിടെ എത്തി. ഞങ്ങൾ ഗേറ്റിനോട് എത്തി. പണി തുടങ്ങി. ഞങ്ങൾ പണി തുടങ്ങി. പണി കിട്ടിയില്ലേ? പണി കിട്ടിയ ആശാനെ. അതാ പറഞ്ഞ പണി കിട്ടിയില്ല. അതല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങാന്ന്. അപ്പൊ നിങ്ങൾ കേട്ടില്ലല്ലോ. നമ്മൾ ചെല്ലാൻ വൈകിയതുകൊണ്ട് അവര് വേറെ ആൾക്കാരെ വിളിച്ച് പണി തുടങ്ങി. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുള്ളൂ. എനിക്ക് തുറക്കുവാക്കട്ടെ, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, എന്റെ കൂട്ടുകാരനെ തല്ലി പണക്കിട്ട് ഞാൻ അറിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അവനെ പിടിച്ച് തല്ലുകയും ചെയ്തു. ആവശ്യമില്ലാത്ത കാര്യത്തിനും. വേറെ ഒന്നും വിചാരിക്കണ്ട, കൂട്ടുകാരനെ വിളിക്ക്. 10,000 വിളിക്ക്. വേറെ കാര്യം ഉണ്ടാ. വേറെ കാര്യമുണ്ട്. ഇയാൾ വാവോണ്ട് പറഞ്ഞാലും അടിക്കരുതായിരുന്നു. പിന്നെ ഞാനാണ് അടിച്ചത്. നീയൊക്കെ കൂടി ഉണ്ടാക്കി. അവൻ കൊമ്പടിച്ചിട്ടേക്കടാ. ഇത് മുറി കൂടിയല്ലല്ലോ വിളിക്കാൻ പറ്റുള്ളൂ. അല്ല, അതിന് പോകുമ്പോഴേ ഉണ്ടല്ലോ കോള് പൊട്ടിക്കാൻ നോക്ക്. ഇങ്ങോട്ട് വിളിക്കട്ടാ. വാവളിയോ കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ തോളിൽ ഒരുമിച്ച് കൈയിട്ട് നടന്ന എൻ്റെ ആമാത്രം മിത്രമേ വാവളിയോ. നീ ഇതുവരെ പോയില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങാൻ. അതല്ലടാ, വേറെ കാര്യം ഉണ്ടടാ. നീ എന്നോട് ഇറങ്ങാൻ പറഞ്ഞില്ലേ? ആ സെക്കൻഡ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോടാ. അപ്പത്തിന് ഞാൻ നോക്കുമ്പോഴേ നീ ഓടിച്ചിട്ട് കമ്പണ്ടാ മുറിയോട് കിടക്കണ സത്യം. നീ നോക്കടാ, നോക്ക്. നിന്റെ ഒരു കമ്പ്. എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല. നീ അവൻ നിൽക്കില്ല. അവന് ഭ്രാന്ത് പിടിച്ച് പോ. ഇറങ്ങിക്കോ, പോ. ഇറങ്ങാ. എടുക്ക് സാധനമല്ല, എടുക്ക്. നാണ്ടാ കാലം മുടിയാനായിട്ട് വന്നേ. എന്നാ അപ്പച്ചോ, എങ്ങനെ പോകുന്നു നിന്റെ പണിയൊക്കെ? ഇങ്ങനാ ഓരോ പണിയും പോകുന്നു അല്ലടാ. സൂപ്പർ ഒരു പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒക്കെ അപ്പാർട്ട് ഫ്രം ദ കോമഡി പാർട്ടൊക്കെ അടിപൊളിയായിരുന്നു. ആ കൃഷ്ണനെ വരയ്ക്കാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ച വേറെന്തോ ആക്കി അതിനകത്തൊരു ഹ്യൂമർ വരുന്നു. പക്ഷെ കൃഷ്ണൻ അസാധ്യമായിട്ട് അസലായിട്ട് വരച്ചു കളഞ്ഞു. ആൻഡ് ആ ആർട്ടിസ്റ്റിനൊരു സ്പെഷ്യൽ കയ്യടി. അനിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇലവന്തിട്ട. ഓക്കെ, അപ്പം അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ കയ്യടി. ആൻഡ് മൊത്തത്തില് സംഭവം പൊളിച്ചു. വിനിച്ചേട്ടാ
അടിപൊളിയാന്ന് പറയേണ്ടതില്ലല്ലോ, അടിച്ചു പൊളിച്ചു തകർത്തു. ലൂയിസ ബായും വിനോദ് ബായും ഷിഹാബായും ഒക്കെ വന്ന എല്ലാ സ്കിറ്റുകളും നല്ല രസമായിരുന്നു. അതുപോലെ നമ്മുടെ 2 ലേഡീസും അടിപൊളിയായിരുന്നു അല്ലേ, നിതയും വിഷ്ണുപ്രിയയും. അവരുടെ വേഷം അടിപൊളിയായിരുന്നു. ഉല്ലാസേട്ടാ നല്ല സ്കിറ്റായിരുന്നു. പിന്നെ വിനോദും കുറിയന്നൂരും പിന്നെ നമ്മുടെ ലൂയിസ് മേലുകാവ് ഷിഹാബൊക്കെ വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് നമുക്ക്. അത് ഒട്ടും തകർത്തില്ല, അത് ഗംഭീരമായിട്ട് തന്നെ കൊണ്ടുപോയി. ഈ പ്രാവശ്യം മേലുകാവാണ് തകർത്തത്. ലൂയിസാണ് ഈ സ്കിറ്റിൽ. വിനോദ് കുറച്ച് കുറഞ്ഞു പോയി. അത് ആണോ വിട്ടുകൊടുത്തതല്ലേ? പിള്ളേർ വളർന്നു വരട്ടെ. അതുകൊണ്ടല്ല, ഇത്ര ഓർത്തിരിക്കാൻ പുള്ളിക്ക് മെമ്മറിക്ക് ചെറിയ പ്രായമായതുകൊണ്ട് ഓർമ്മ നിൽക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും. ആദ്യകാല മിമിക്രിക്കാരനാ താന്തിയ തൊപ്പിയുടെ പിള്ളേർക്ക് വിഗ്ഗങ്ങടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർമ്മ അവിടെ ഇരുന്ന് പോയി, വെളിയിലോട്ട് വരുന്നില്ല. അതെ, ഓർമ്മ പെസിന് നല്ലതാ. വലിയ ചന്ദനാദി മറക്കണ്ട, വലിയ ചന്ദനാദി. അതിനി ആരും ഓർത്തിരിക്കും. അപ്പൊ നല്ല മൊത്തത്തിൽ അടിപൊളി സ്കിറ്റായിരുന്നു. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ വിരിച്ചേട്ടനോട് ഞാൻ പറഞ്ഞ ആ സംഭവം പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടില് പെയിന്റിങ്ങിന് പോയതാ. അപ്പം അത് പായലൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുക. അപ്പൊ ഈ പുതിയ ആയിട്ട് ആൾക്കാർ ചെല്ലത്തില്ലേ, ഇപ്പൊ പണിക്കാർ പുതിയ പിള്ളേര് പണിക്ക് ചെല്ലത്തില്ലേ. അപ്പൊ അതുങ്ങളോട് പറഞ്ഞു ആത്മാർത്ഥത, അവരുടെ ആത്മാർത്ഥത കോമ്പറ്റീഷൻ ആണ് മൊത്തം. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ കോൺട്രാക്ടർ പറഞ്ഞു പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ബ്രഷ് എടുത്ത് പെയിന്റ് അടിക്കുക, അത് കുറേ നാൾ കൂടെ നിന്നാലേ അവർക്ക് ബ്രഷ് കൊടുക്കുള്ളൂ. ആദ്യം കഴുകൽ പരിപാടിയാണ്. അങ്ങനെ പറഞ്ഞു അത് നിങ്ങൾ പോയി അത് ആദ്യം കഴുകിയിട്ട് നാളെ തൊട്ട് നമുക്ക് പെയിന്റ് തുടങ്ങാം. പുള്ളിക്കാരൻ ചെന്ന് ഈ 2 പിള്ളേർ ചെന്ന് വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് കഴുകിയിട്ടു. പിറ്റേ ദിവസം ഇവരെല്ലാം കൂടെ പണിക്ക് രാവിലെ ചെന്നപ്പം അതെ വീട്ടുകാരൻ പറയാ, അതെ ഇപ്പം പായലൊക്കെ പോയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കത് അടുത്ത പ്രാവശ്യമൊക്കെ ചെയ്യാമോ. പിന്നെ എവിടെ പോയാലും ഈ കോൺട്രാക്ടർ പണി ചെയ്യും. എന്താണെന്നറിയാം, ഒരാൾ കഴുകി പോവാ, തൊട്ട് പുറകെ ഒരാൾ അടിച്ചടിച്ച് പോവാ. പിറ്റേ ദിവസത്തേക്ക് വെക്കണം പരിപാടിയില്ല. അത് കൊള്ളാം. സോ ഓവറോൾ മൊത്തത്തിൽ ഒരു രസം ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ഒരു ഫണ്ട് ഉണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മുടെ അറ്റൻഷൻ മാറാതെ ഫുൾ ടൈം അത് എന്റർടൈൻ ചെയ്ത് നിർത്തി. അപ്പോൾ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, ഇന്നത്തെ ഈ പെർഫോമൻസിന് നമ്മൾ ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നതെന്ന്. 4 സ്റ്റാർസ് ആണ്. 4ഉം 5ഉം ഒക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം മെജോറിറ്റി നോക്കിയാൽ 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇവരുടെ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉല്ലാസേട്ടനെയും ബിനിച്ചേട്ടനെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ടൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അങ്ങനെ വേദിയിലേക്ക് എത്താൻ പോകുന്ന ആളാണ് ശ്രീ കൊച്ചിൻ ബിജു. കൊച്ചിൻ ബിജു അഥവാ അടിമാലി. അടിമാലിയാണ് സ്ഥലം. അടിമാലിയാണ് സ്ഥലം. അപ്പൊ ബിജു അടിമാലി എന്ന് പറയണ്ടാണല്ലേ. ചേട്ടാ, ഒരു നിങ്ങൾ ചേട്ടാനിയന്മാരാണോ എന്നൊരു സംശയം വന്നേക്കാം. അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം കൊച്ചിക്ക് താമസം മാറ്റി പേര് മാറ്റി. മനസ്സിലായോ? അങ്ങനെയാണോ സംഭവിച്ചേ? അല്ല, അടിമാലിയിൽ നിന്നും അങ്ങനെ ഒരു പേരുള്ള ഒരാളുണ്ടല്ലോ, പിന്നെ സ്റ്റൈലൊന്ന് മാറ്റി പിടിച്ചേക്കാന്ന് കരുതി അതുകൊണ്ട് മാറ്റി പിടിക്കുക. ഇപ്പൊ കൊച്ചിയിലാണോ താമസം? അല്ല, അടിമാലി തന്നെയാണ്. എന്നെ അങ്ങനെയാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ബിനിച്ചേട്ടനെ കാണുമ്പോ കൊച്ചിൻ ബിജു അടിമാലി 14 മൈൽ എന്ന് പറയും. അങ്ങനെ ഒരു സ്ഥലപ്പേര് അങ്ങനെയുണ്ട്. 14 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പൊ ബിനിച്ചേട്ടൻ എന്നെ അങ്ങനെ കൂട്ടി വിളിക്കും. ഞാൻ വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഒട്ടുമിക്ക ആളുകൾ ചെയ്യാത്തത് എന്ന് കരുതുന്ന ഒരു സംഭവമാണ് രജനികാന്ത് എന്ന് പറയുന്ന ആള് മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു സംഭവം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അവതരണ ശൈലി നമുക്കറിയാലോ, വളരെ സ്പീഡായിട്ട്. ഇത് പർവള്ളി, நீ விரும்புகிற பொண்ணு நீயே கட்டியும் வாழ்க்கை நல்லா இருக்கும். எங்கிட்ட இருக்கிற கூட்டம் நான் சேர்த்த கூட்டம் இல்லை, അൻപാള തണിയാൽ വന്ന കൂട്ടം. അപ്പം ഇദ്ദേഹമാണ് 6-ാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ലാലേട്ടൻ പറഞ്ഞു വെച്ചിട്ടുള്ള ആ ഡയലോഗ് ഉണ്ട്, കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. ഇത് രജനീകാന്ത് എന്ന് പറയുന്ന ആള് മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? ജസ്റ്റ് ഒന്ന് കൂളിംഗ് ഗ്ലാസ് വെക്കാം. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മുഹമ്മദ് പഴയ ഒരു സിംഹത്തിന് പടയില്ല ഉസ്താദ് ബാദുഷാ ആവശ്യമറിയിച്ചപ്പോൾ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഒരു ദിനയുടെ ഓട്ടക്കേസിൽ എന്തുണ്ട്? ഒടുവിൽ സംഗീതത്തിന്റെ ആദേശം പഠിപ്പിച്ച അമ്മയെ മനസ്സിലാക്കി ദർവാദത്തിൽ കീർത്തനം കാടി.
പാടി ഒളിവിക്ക് മുമ്പ് വരെയാന്ന് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നീ സബറോക്കി സിന്ദഗി ജോത് കവനാക്കി കഥം എന്നാ ഒന്നുമേ പുരിയില്ല. ഇനി ചെയ്യാൻ പോകുന്നത് നരേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗുണ്ട്. അത് നമ്മുടെ ആലമൂടൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. നരേന്ദ്രപ്രസാദിന്റെ ഡയലോഗ്. എൻ്റെ അമ്മയുടെ കിടപ്പുമുറിയിൽ നിന്നും കൂടുതോണിയും ഭാര്യക്കുത്തി മതാലസനായി ഇറങ്ങി വരുന്ന സൂര്യദത്തൻ മുതലാളിയെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ വളർത്തച്ഛൻ പറഞ്ഞു, ആ പോകുന്ന പട്ടിയാണ് നിന്റെ തന്തയെന്ന്. അന്നേ തീരുമാനിച്ചുറപ്പിച്ചതാ സൂര്യദത്തൻ മുതലാളിയെ ഒന്ന് ഒളിപ്പിക്കണമെന്ന്. ഒളിപ്പിച്ചു, ആരും കാണാത്തിടത്ത് ഈ തറവാട്ട് കുളത്തിൻ്റെ അടിത്തറയിൽ. ഇനി അത് ആലമൂടൻ എന്ന് പറയുന്ന അദ്ദേഹം. എൻ്റെ അമ്മയുടെ കിടപ്പുമുറിയിൽ നിന്നും ഉടുതുണിയും ഭാര്യക്കുത്തി മതാലസനായി ഇറങ്ങി വരുന്ന സൂര്യദത്തൻ മുതലാളിയെ ചൂണ്ടിക്കാണിച്ച് എൻ്റെ വളർത്തച്ഛൻ പറഞ്ഞു, ആ പോകുന്ന പട്ടിയാ നിന്റെ തന്തയെന്ന്. അന്ന് തീരുമാനിച്ചുറപ്പിച്ചതാ സൂര്യദത്തൻ മുതലാളിയെ ഒന്ന് ഒളിപ്പിക്കണമെന്ന്. ഒളിപ്പിച്ചു. എവിടെയാണെന്ന് അറിയണ്ടേ? ഈ തറവാട്ടുകുളത്തിന്റെ അടിത്തറയിൽ. എങ്ങനെ? കല്യാണിയെ അറിയാമോ? റിമി ടോമിയെ കുറിച്ച് പാടിയൊരു പാട്ടാണ് മണിച്ചേട്ടൻ. റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടേറിക്കണ നിന്നെ മുട്ടാൻ പേടി. റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലക്കാരി, തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി. അത്തിക്ക് വകയിലേലും അഹങ്കാരത്തിൻ്റെ കൂടമല്ലേ, മെരുക്കുവാൻ പണിയാണേലും മെരുങ്ങിയ പുള്ളിമാനല്ലേ. താങ്ക് യു. ഒരുപാട് സന്തോഷം കണ്ടതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. ആൻഡ് കോമഡി മസാലയുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു പെർഫോമൻസ് തന്നതിനും താങ്ക് യു സോ മച്ച്. ഓഡിയൻസ് നല്ലൊരു കൈയ്യോടെ നമുക്ക് ഈ കലാകാരനെ ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് യാത്രയാക്കാം. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഈ ഫ്ലോറിൽ കയറുന്ന വിട്ടോളാനോ? ഇയാള് വിട്ടോ? അതല്ലെന്ന് ബട്ടൺസ് ബ്രിട്ടോ. അത് ബട്ടൺസ് വിട്ടതല്ല, ഇതാ ഞാൻ അഴിച്ചിട്ടേക്ക്. പക്ഷെ അതല്ലെന്ന്, എൻ്റെ പേര് ബട്ടൺസ് ബ്രിട്ടോ. നല്ല പേരാണല്ലോ. അടിപൊളി. അടിപൊളി പേരല്ലേ ബട്ടൺസ് ബ്രിട്ടോ. നല്ല പേരാട്ടാ. അതെ അതെ അതെ. പേര് മാത്രമല്ല, ഞാൻ അങ്ങ് തെന്നിന്ത്യൻ നിന്ന് വരുന്നതായിരുന്നു. തെങ്ങിന്റെ ഇടയിൽ നിന്ന് പറയാം, ഇയാളെന്നാ കൊമ്പൻ ജെല്ലിയാണ്. തെന്നിന്ത്യയിൽ വന്ന ഒരു ഇത് കോസ്റ്റ്യൂം ഡിസൈനറാണ്. തെന്നിന്ത്യ മാത്രമല്ലോ, മലയാളത്തിൽ ചെയ്തില്ലേ? മലയാളത്തിൽ ചെയ്തായിരുന്നു, ഒരു പടത്തിൽ മാത്രം ചെയ്തായിരുന്നു. ഏത് സിനിമ? അത് നമ്മുടെ ലാലേട്ടന്റെ പടത്തിൽ. അത് പതുക്കെ വെച്ച് നിർത്തേണ്ടി വന്നു. ഞാൻ എന്നെ പറഞ്ഞു വിട്ടു, ഞാൻ പോരേണ്ടി വന്നു. ഏതാ സിനിമ? അത് നീറുന്ന ഒരു പ്രശ്നമായിട്ടാണ് അത് മാറിയത്. ആണോ? ആ. അത് ഏതാ പടം? ഏതാ പടത്തിന്റെ പേര് ഗുരു. ഗുരു സിനിമയില്. അതിലേതാണ് കോസ്റ്റ്യൂം? അതിൽ മൊത്തം ചാക്കല്ലായിരുന്നു. അതാണല്ലോ നീറുന്ന പ്രശ്നമായത്. നായികയ്ക്ക് ഭയങ്കര നായികയായിട്ടുള്ള പ്രശ്നം, ഒരു നീറുന്ന പ്രശ്നം. അതാണ് പ്രശ്നം. അത് ഈ മുളക് ചാക്ക് കൊണ്ടുവന്ന ചാക്കിനകത്ത്, മുളക് കൊണ്ടുവന്ന ചാക്കിനകത്ത് ഞാൻ ഡ്രസ്സ് തയ്ച്ച് നായികയ്ക്ക് കൊടുത്തു. അല്ലാതെ നീറി. അങ്ങനെ ആ ഒരു നീറുന്ന പ്രശ്നം കൊണ്ട് അത് മലയാള സിനിമയിൽ ഒഴിവാക്കേണ്ടി വന്നു. ഇതല്ലാതെ വേറെ എന്താണ് പരിപാടി? വേറെ ഞാനൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു, അത് പൊളിഞ്ഞു. എന്ത് ബിസിനസ്? ഞാൻ ടെക്സ്റ്റൈൽസ് തുടങ്ങിയായിരുന്നു. അയ്യോ, ടെക്സ്റ്റൈൽസ് ഒന്നും തുടങ്ങിയ പൊളിയില്ല. കാരണം ഇപ്പൊ നല്ല രീതിയിൽ സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. പക്ഷെ അത് പൊളിഞ്ഞു. അത് കടയുടെ പേര് കൊണ്ടാണ് പൊളിഞ്ഞു പോയത്. പേരെന്താ? സണ്ണി ലിയോ. അയ്യോ, അത് നല്ല പേരല്ലേ? ആ നല്ല പേരാണ്, പക്ഷെ ആ പേര് കൊണ്ടാണ് പൊളിഞ്ഞു പോയത്. അങ്ങനെ പേര് കേട്ടപ്പോൾ ആൾക്കാർ വിചാരിച്ച് തുണിയൊന്നും കാണത്തില്ലെന്ന് കടയിൽ. അതുകൊണ്ട് അങ്ങനെ ആരും വരാതായി, അങ്ങനെ പൊളിഞ്ഞു പോയി. ഞാനൊരു കാര്യം പറയട്ടെ. എന്തോ? ഈ കടയൊക്കെ പൊളിയാനുള്ള ഒരു കാര്യം, ഏതൊരു ബിസിനസ് തുടങ്ങിയാലും നമ്മളിപ്പോ ഹിന്ദു ആണെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തും. ക്രിസ്ത്യാനി ആണെങ്കിൽ നമ്മൾ അതൊന്ന് വെഞ്ചരിക്കണം. അച്ഛനെ കൊണ്ടൊന്ന് വെഞ്ചരിപ്പിക്കണം. ഒരു മുസൽമാൻ ആണെങ്കിലോ ഉസ്താദിനെ വിളിച്ചോണ്ടോ അതൊന്ന് ഓദിക്കണം. അങ്ങനെയൊക്കെയാണ് ഒരു കട. അങ്ങനെയാണ് ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തില് എല്ലാ പ്രസ്ഥാനങ്ങളും നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രസ്ഥാനവും അതുപോലെ. നിങ്ങൾ അങ്ങനെ സംസാരിക്കല്ലേ. ഇങ്ങനെ ഓദിക്കാതെ പ്രാർത്ഥിക്കാതെ ഹോമം നടത്താതെ എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ അടിപൊളിയായിട്ട് നല്ല ലാഭത്തിൽ പോകുന്നുണ്ട്. ഒരെണ്ണം പറഞ്ഞാൽ മതി. ബീവറേജ് കോർപ്പറേഷനിലെ ഏത് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അടിപൊളിയായിട്ട് പോകുന്നത്. അപ്പൊ അതൊക്കെ പോട്ടെ. എന്തുവാ വന്ന കാര്യം പറ. ഈ അശ്വതിയുടെ ഡ്രസ് ഒന്ന് മാറ്റണം. അയ്യോ അതല്ല, നിങ്ങൾക്ക് ഇത് വെള്ളോ ചിന്ത. ഡ്രസ് കോഡ് ഒന്ന് മാറ്റണം. ഡ്രസ് കോഡ് മാറ്റണം. ഡ്രസ് ഞാൻ കണ്ടിട്ട് പ്രോഗ്രാം കണ്ടു. അപ്പൊ ചെറിയൊരു മാറ്റം വരുത്തണം എനിക്ക് തോന്നുന്നു. സാരിയും ബ്ലൗസും ഒക്കെ ചെയ്തു തരാറുണ്ടോ? സാരിയും ബ്ലൗസും ഞാൻ സാരി ഡിസൈൻ ചെയ്യും. ബ്ലൗസ് നമ്മുടെ അടുത്ത് രാഘവൻ ചേട്ടനുണ്ട്, തടിപ്പണി ചെയ്യുന്ന പുള്ളിക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ
ബ്ലൗസ് തടിപ്പണി ചെയ്യണവരാണ് ബ്ലൗസ് എന്താ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ബ്ലൗസിന് ജനൽ വേണം, തക്കള വേണം, പിന്നെ ഇവിടെ ഇങ്ങനെ കിളിവാതിൽ വേണം, പിന്നെ കണ്ണാടി ചില്ലി ഫിറ്റ് ചെയ്യണം. ഇതൊന്നും എനിക്ക് വശമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. അദ്ദേഹം ചെയ്യാം. അതൊക്കെ അവർക്ക് അവശം. അതൊക്കെ അവർക്ക് വശം. അതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കും. അല്ല നിങ്ങൾ അല്ല ചേട്ടന് വക എന്തെങ്കിലും സ്പെഷ്യൽ ഡ്രസ്സുകൾ ഉണ്ടോ? എൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ നിങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ, സെലിബ്രിറ്റികൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ ഒരു മാനം രക്ഷിക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ നൈറ്റി. കോമൺ അല്ലേ? കോമൺ ആണെങ്കിൽ ഞാൻ എൻ്റെ നൈറ്റി എന്ന് വെച്ചാൽ പ്രത്യേക രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ നൈറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കവർ ചെയ്ത് വേറെ തുണി ഇങ്ങനെ വരും, അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഒരു ബ്ലാക്ക് തുണി ഇവിടെ വരെ വരും, എന്നിട്ട് നൈറ്റി ഡിസൈൻ ചെയ്ത്. അതാകുമ്പോൾ നമ്മുടെ മാനം രക്ഷിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. സ്ത്രീകൾക്കല്ലേ, പുരുഷന്മാർക്ക്. പുരുഷന്മാർക്ക് അങ്ങനെ മനസ്സിലായില്ലേ? ഇല്ല. വീട്ടിൽ മുറ്റം തൂക്കുന്ന ആരാ? ഉല്ലാസല്ലയോ? മീൻ വെട്ടുന്ന ആരാ? ഉല്ലാസല്ലയോ? വീട് പണികളെല്ലാം ചെയ്യുന്ന ഉല്ലാസല്ലയോ? അപ്പൊ ഈ തുണി എടുത്തിട്ടുണ്ട് നമ്മൾ മുറ്റം തൂത്താൽ ഉല്ലാസിന്റെ വീട്ടിലോട്ട് നോക്കുമ്പോൾ ഉല്ലാസിന്റെ ഭാര്യ ഒന്ന് തൂക്കുന്നു. നൈറ്റിയല്ലേ കാണുന്നത്? മാനം രക്ഷിച്ചോ? അപ്പം ഞാൻ ഒന്ന് അളവെടുത്താൽ അല്ല, ഒന്ന് ഡ്രസ് കോഡ് ഇടയ്ക്ക് ഒന്ന് മാറ്റുന്നത് നല്ലതല്ലേ? ഒന്ന് ചെയ്ത് നോക്കട്ടെ, പുതിയ ആളല്ലേ. പറച്ചിലെന്ന് കേട്ട ആളത്ര ശരിയല്ല. അല്ലല്ല, നമുക്ക് തോന്നുന്നത് ഞാൻ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് അളവെടുത്ത് തരാം. അല്ലല്ല, പുള്ളിക്ക് കൊടുത്താൽ മതി. ഞാൻ അറിയാലേ എടുക്കണമെന്ന് എനിക്ക് ഒരു ഗുളിക കഴിച്ചോട്ടെ. ഗുളികയോ? എന്തിന്റെ ഗുളിക? പ്രഷറിന്റെയാ. അല്ല. ഹലോ, എന്താ വിറയ്ക്കുന്നത്? അല്ലല്ല, പറിച്ചല്ല. നിങ്ങൾ അളവെടുക്കുവാണോ അതോ ചൂട് പിടിക്കുവാണോ? അല്ലല്ല, അളവെടുത്താണ്. അളവെടുത്താണോ? ആകെ വെപ്രാളാ. എന്ത് മനുഷ്യ, നാലുകെട്ട് പോലെ മൊത്തം പോക്കറ്റാ. കഴിഞ്ഞ അടങ്ങിയിരിക്കുന്നത് എടുത്തിയായിട്ട് വന്നു. പിന്നെ 3 കട പൂട്ടിക്കുക അളവെടുത്ത്. സത്യം, ഇത് ആരോടാ ഈ സംസാരിക്കുന്നത്? എന്റെ കയ്യിലൂടാ സംസാരിക്കുന്നത്. അങ്ങ് എടുത്തിയായിട്ട് വന്നിട്ട് കൊള്ളുന്നതല്ല. എനിക്ക് വടിവാളിന്റെ മുന്നിൽ നിന്ന് 3 പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടത് യവന്റെ വെപ്രാളം കൊണ്ട്. അടങ്ങ് പതുക്കെ 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 മതി, പതുക്കെ കേട്ടോ, എന്നെ കൊല്ലിക്കല്ലേ. എന്റെ എല്ലാം താഴെ പോവാന്നല്ലോ. അളവെടുപ്പ് ഞാനൊന്ന് കാണട്ടെ. എനിക്ക് എത്ര വിശ്വാസം പോരാ. അല്ല, എടുത്ത് മെഷർമെന്റ് മൊത്തം എടുത്ത് എടുത്തു കഴിഞ്ഞോ? മെഷർമെന്റ് ഇനി എടുക്കുന്നില്ല, മതിയോ? എടുത്തത് അതൊന്ന് പറഞ്ഞേ. ഇല്ല, എടുത്ത മെഷർമെന്റ് ഒന്നും ഇല്ലല്ല. മെഷർമെന്റ് നോക്കണ്ട, അത് നോക്കണ്ട. ഞാൻ എഴുതി എല്ലാം എനിക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് കൊള്ളാലോ. നമ്മൾ ഉദ്ദേശിച്ചല്ലേ, പുള്ളിക്ക് പണി അറിയാം. അറിയോ? വെരി ഗുഡ്. കൈ സൂപ്പർ, കഴുത്ത് കൊള്ളാം, മൊത്തത്തിൽ കിടുക്കാച്ചിന്ന്. അത് മെഷർമെന്റ് അല്ല, എന്റെ മനസ്സാണ്. ഞാൻ പറഞ്ഞാലായിരുന്നോ ഞാൻ അളവെടുത്ത് തരാന്ന്. ഇതിലും നന്നായിട്ട് അളവെടുക്കാൻ എനിക്കറിയാം. കോമഡി മസാലയുടെ ഇന്നത്തെ ചിരിക്കൂട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. ബൈ.